ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പ്രേമം സീരീസിൻ്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം വീഡിയോക്ക് ഒരു ലൈക്കും ഹൈപ്പും തന്ന് സപ്പോർട്ട് ചെയ്യണേ. അധ്യായം 306. നീലിമയെ വിവാഹ വസ്ത്രത്തിൽ കണ്ടപ്പോൾ അതിസുന്ദരിയായി എല്ലാവർക്കും തോന്നി. അപ്പോൾ അവളെ ഒരുക്കിയ മേക്കപ്പ് ആർട്ടിസ്റ്റ് പുറത്തേക്ക് വന്ന് പറഞ്ഞു, സിദ്ധാർത്ഥ സാറിന്റെ ഭാര്യ വളരെ സുന്ദരിയാണ്, നിങ്ങൾ ഭാഗ്യവാനാണ്. മേക്കപ്പ് ആർട്ടിസ്റ്റ് പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥിന് വളരെ സന്തോഷം തോന്നി. നീലിമയ്ക്ക് ഇത് കേട്ട് നാണം തോന്നി. അവൾ ആരുടെയും മുഖത്ത് നോക്കിയില്ല. അവളുടെ മുഖത്തെ ഇപ്പോഴത്തെ ഭാവം ഒരു വധുവിൻ്റേത് തന്നെയായിരുന്നു. ഇത്രയും വേഗം സിദ്ധാർത്ഥിന്റെ ഭാര്യയാകുമെന്ന് അവൾക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. അവൾ അതെല്ലാം ഒരു സ്വപ്നം പോലെ കരുതി അത്ഭുതപ്പെട്ടുകൊണ്ടിരുന്നു. അപ്പോൾ സിദ്ധാർത്ഥ് അവളെ നോക്കി പറഞ്ഞു, നീ എന്താ സ്വപ്നം കാണുകയാണോ? മുഹൂർത്തത്തിന് സമയമായി. ഒരുക്കം കഴിഞ്ഞെങ്കിൽ നമുക്ക് പോയാലോ? എല്ലാവരും കാത്തിരിക്കുന്നുണ്ടാവും. നമുക്ക് ഉടനെ തന്നെ പോവണം, അവൻ സൗമ്യമായി വീണ്ടും പറഞ്ഞു. നീലിമ തന്റെ കൈ സിദ്ധാർത്ഥിന്റെ കയ്യിൽ വെച്ചു. അവൾ അപ്പോൾ വളരെ ആവേശത്തിലായിരുന്നു. അവൾ ലിഫ്റ്റിലേക്ക് നടക്കുമ്പോൾ നീലിമയ്ക്ക് താൻ ഒരു സ്വപ്നത്തിനുള്ളിൽ ജീവിക്കുന്നത് പോലെ തോന്നി. പിന്നീട് അവർ ലിഫ്റ്റിലേക്ക് കയറി. ലിഫ്റ്റിൽ കയറിയപ്പോൾ അവൾക്ക് തന്റെ കഴിഞ്ഞ കാലങ്ങളെല്ലാം തന്നെ ഓർമ്മ വന്നു. അപ്പോൾ അവളുടെ മുഖത്ത് അല്പം വിഷാദഭാവം പ്രത്യക്ഷപ്പെട്ടു. നീലിമയുടെ ഭാവമാറ്റം കണ്ട് സിദ്ധാർത്ഥ് ആശങ്കയോടെ മുഖം തുടച്ചു. എന്തുപറ്റി, സുഖമില്ലേ? അവൻ ചോദിച്ചു. നീലിമ അത് കേട്ട് തലയാട്ടി. അവളുടെ ആകുലതകൾ വിട്ടുമാറിയില്ല. ലിഫ്റ്റിൽ നിന്നും ഇറങ്ങുമ്പോൾ സിദ്ധാർത്ഥും നീലിമയും പരസ്പരം നോക്കി നിന്നു. അവർ 1-ാം നിലയിലെത്തി. പക്ഷേ നീലിമ ഒരു വലിയ തീരുമാനമെടുത്തതുപോലെ അനങ്ങാതെ അവിടെ തന്നെ നിന്നു. അവൾക്ക് പെട്ടെന്ന് എന്താണ് പറ്റിയതെന്ന് ഓർത്തു നിൽക്കുകയായിരുന്നു സിദ്ധാർത്ഥ്. എന്താ കാര്യം? അവൻ അന്വേഷിച്ചു. അവളുടെ മുഖത്ത് പരിഭ്രാന്തിയും വിഷാദവും കാണപ്പെട്ടു. അവൾ ഒരു ദീർഘശ്വാസം എടുത്തു. ഞാൻ ഇതിന് തയ്യാറല്ല സിദ്ധാർത്ഥ്. നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. നമ്മൾ ഇങ്ങനെ തീരുമാനമെടുത്താലും നിങ്ങൾക്ക് എത്ര കാലം എൻ്റെ കൂടെ നിൽക്കാൻ സാധിക്കുമെന്നറിയില്ല. നിങ്ങളുടെ വീട്ടുകാരെ ഇതിന് സമ്മതിക്കും. നീലിമ സാവധാനം സംസാരിച്ചു. പക്ഷേ അവൾ പറഞ്ഞു തീർന്നപ്പോൾ അവളുടെ വാക്കുകൾ കൂടുതൽ പതറി. അവളുടെ എല്ലാ ആശങ്കകളും മാറ്റും കാരണം അവളുടെ മുഖം വിളറി. അവൾ ആ സമയം അല്പം നിസ്സഹായയായി കാണപ്പെട്ടു. സിദ്ധാർത്ഥിന്റെ ഹൃദയം വേദനിച്ചു. അവൻ നീലിമയെ മെല്ലെ ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. നീ ഇനി ഇതിനെക്കുറിച്ചൊന്നും അധികം ചിന്തിക്കരുത്. ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു സ്ത്രീ നീയാണ്. ആർക്കും ഒന്നിനും എന്റെ മനസ്സ് മാറ്റാൻ കഴിയില്ല. അതിഥികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആരെ വിവാഹം കഴിച്ചാലും അവർ അംഗീകരിക്കും. അവർക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ നിന്നും ഇറങ്ങിപ്പോവാം. സിദ്ധാർത്ഥ് അവളെ ആശ്വസിപ്പിച്ചു. പക്ഷേ അവളുടെ ഹൃദയം വേദനിക്കുന്നതായി അവൾക്ക് തോന്നി. നീലിമയിൽ നിന്നും വേർപിരിഞ്ഞ സമയത്ത് അവൾ എത്രമാത്രം കഷ്ടപ്പെട്ടു എന്ന് അയാൾ മനസ്സിലാക്കിയിരുന്നു. അവൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകളെക്കുറിച്ച് അയാൾക്ക് ആ സമയം കൂടുതൽ മനസ്സിലാക്കാൻ പറ്റിയിരുന്നു. അവൾക്ക് ചില വാഗ്ദാനങ്ങൾ നൽകുന്നതിനോടൊപ്പം ഭാവിയിൽ അവളോട് നന്നായി പെരുമാറുമെന്നും അവൻ രഹസ്യമായി സ്വയം സത്യം ചെയ്തിരുന്നു. നീ ഒന്നുകൊണ്ട് പേടിക്കേണ്ട നീലിമ, ഞാനുണ്ട് നിന്റെ കൂടെ. അവൾക്കെപ്പോഴും ആകുലതകളുടെ ഭാരം തോന്നിയെങ്കിലും ആ ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ നേരിടാനുള്ള ധൈര്യം ഇപ്പോൾ തനിക്കുണ്ടെന്ന് അവൾക്ക് പെട്ടെന്ന് തോന്നി. അങ്ങനെ അവൾ അവനെ നോക്കി ക്ഷമാപണത്തോടെ പുഞ്ചിരിച്ചു. അവൾ സിദ്ധാർത്ഥിന്റെ കൈ പിടിച്ചു. സിദ്ധാർത്ഥ്, നിങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണ്. എന്ത് സംഭവിച്ചാലും നമുക്ക് ഒരുമിച്ച് നേരിടാം. ഭാവിയിൽ എന്ത് സംഭവിച്ചാലും ഞാൻ നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. വാ, നമുക്ക് കല്യാണം കഴിക്കാം. സിദ്ധാർത്ഥിന്റെ കണ്ണുകൾ സൗമ്യതയാൽ നിറഞ്ഞിരുന്നു. നീലിമയെ നോക്കുമ്പോൾ വർഷങ്ങളോളം അവന്റെ ഉള്ളിലുണ്ടായിരുന്ന ദേഷ്യമോ എല്ലാം ഒടുവിൽ അലിഞ്ഞുപോയി. അധികം വൈകാതെ ഇരുവരും കല്യാണ മണ്ഡപത്തിലെത്തി. വിവാഹത്തിലുള്ള എല്ലാ കാര്യങ്ങളും സിദ്ധാർത്ഥ് ശ്രദ്ധാപൂർവം നേരത്തെ തന്നെ തയ്യാറാക്കിയിരുന്നു. എല്ലാം നീലിമയ്ക്ക് വേണ്ടി മാത്രമായിരുന്നു. അതിഥികളും വിശ്വ കുടുംബത്തിലെ മറ്റുള്ളവരും അവരെ കണ്ട് ഞെട്ടി. വധു നീലിമ ആയിരിക്കുമെന്നും ലാവണ്യ അല്ലെന്നും അറിഞ്ഞപ്പോൾ അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അവർക്ക് അതിനെക്കുറിച്ചൊന്നും തന്നെ ചെയ്യാനും കഴിഞ്ഞില്ല. നീലിമയ്ക്കെതിരെ ഒന്നും ചെയ്യാനോ പറയാനോ ആരും ധൈര്യപ്പെട്ടില്ല. ഇത്രയൊക്കെ ആയ ഘട്ടത്തിൽ സിദ്ധാർത്ഥ് അവരുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുമെന്ന് ആരും അറിയില്ലായിരുന്നു. അവിടെ ഉണ്ടായിരുന്നവരിൽ ഏറ്റവും കൂടുതൽ അസ്വസ്ഥത അനുഭവിച്ചത് സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കളെ ഗീതാമയും വിശ്വനാഥനുമായിരുന്നു. സിദ്ധാർത്ഥിനെയും ലാവണ്യയും അന്വേഷിക്കാൻ നേരത്തെ പറഞ്ഞയച്ച ജോലിക്കാർ ഇതുവരെ തിരിച്ചെത്തിയിരുന്നില്ല. അവരെ വിളിച്ച ഫോൺ കോളുകൾക്ക് മറുപടിയും ലഭിച്ചില്ല. അവർക്ക് വ്യക്തിപരമായി അന്വേഷിക്കാൻ മുകളിലേക്ക് പോകണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അതിഥികളുടെ ഒരു വലിയ സംഘം തന്നെ അവരെ ഓരോ ചലനവും നിരീക്ഷിക്കുമ്പോൾ അവർ അങ്ങനെ വേദിയിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരുപാട് സംശയങ്ങൾ ഉണ്ടാക്കുമെന്ന് അവർക്കറിയാമായിരുന്നു. അതിനാൽ വിശ്വനാഥനും ഗീതാമയും ശാന്തരാണെന്ന് നടിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നതെങ്കിലും അവർക്ക് യഥാർത്ഥത്തിൽ അക്ഷമയും നിരാശയും കൊണ്ട് ഭ്രാന്ത് പിടിക്കുകയായിരുന്നു. അങ്ങനെ രണ്ടുപേരും വിഷമിച്ചിരിക്കുമ്പോൾ മുറിയുടെ മറുവശത്തു നിന്ന് പെട്ടെന്ന് അവർ ഒരു ബഹളം കേട്ടു.
ഗീതാമ്മ തലയുയർത്തി നോക്കിയപ്പോൾ സിദ്ധാർത്ഥ് പതുക്കെ നടന്നു വരുന്നതാണ് അവർ കണ്ടത്. അവർ നെടുവീർപ്പിട്ടുകൊണ്ട് വിശ്വനാഥനെ നോക്കി. നീലിമയാണ് അവന്റെ കൂടെ വരുന്നതെന്ന് അവർക്ക് മനസ്സിലായില്ല. ദൂരെ നിന്ന് കണ്ടതുകൊണ്ട് അത് ലാവണ്യ ആണെന്നായിരുന്നു അവർ കരുതിയിരുന്നത്. കാരണം നീലിമ ഒരു മൂടുപടം ധരിച്ചിരുന്നു. അവസാനം അവർ എത്തി. ആശ്വാസം. ഇത് പറയുമ്പോൾ ഗീതാമ്മ വധുവിനെ നോക്കി ഒന്നുകൂടി നെടുവീർപ്പിട്ടു. അവരുടെ പുരികങ്ങൾ വിറച്ചു. ആദ്യം അവരത് ശ്രദ്ധിച്ചിരുന്നില്ല. എന്നിരുന്നാലും അവർ കൂടുതൽ ശ്രദ്ധയോടെ വധുവിനെ നോക്കിയപ്പോൾ വളരെ ഭയാനകമായ ഒരു വസ്തുത അവർ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. അത് ലാവണ്യ ആയിരുന്നില്ല. ഗീതാമ്മ ഞെട്ടി വിളറി. അവർ വേഗം ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചു. ദേ നോക്ക്, അത് ലാവണ്യല്ല. എന്താ നടക്കുന്നത്? ഇവൻ ഇതാരെയായി കൊണ്ടുവരുന്നത്? വിശ്വനാഥൻ അത് കേട്ട് അസ്വസ്ഥതയോടെ മകനെ നോക്കി. അവന്റെ അരികിലുള്ള സ്ത്രീയെ ശ്രദ്ധാപൂർവം നോക്കി. അയാളുടെ ഭാവവും പെട്ടെന്ന് മാറി. അത് നീലിമയല്ലേ? അവൾ എന്താ ഇവിടെ ചെയ്യുന്നത്? വിശ്വനാഥൻ പല്ലിറുമിക്കൊണ്ട് പറഞ്ഞു. അയാളുടെ മുഖത്ത് വളരെയധികം ദേഷ്യം പ്രകടമായിരുന്നു. പക്ഷേ ധാരാളം അതിഥികൾ അവിടെ ഉണ്ടായിരുന്നതിനാൽ അയാൾക്ക് ദേഷ്യം പുറത്തു കാണിക്കാൻ കഴിഞ്ഞില്ല. വിശ്വനാഥന്റെ ദേഷ്യം കണ്ടപ്പോൾ ഗീതാമ്മ വിറച്ചുപോയി. ഗീതാമ്മ വീണ്ടും ആശങ്കയോടെ ഭർത്താവിനെ നേരെ തിരിഞ്ഞു. നമ്മൾ ഇനി എന്തു ചെയ്യും? ആളുകൾ നോക്കുന്നുണ്ട്. സിദ്ധാർത്ഥ് ഇങ്ങനെ കാണിക്കുമെന്ന് ആരറിഞ്ഞു? അവന് നമ്മളെ നാണം കെടുത്താൻ താല്പര്യമെന്ന് തോന്നുന്നു. വിശ്വനാഥനും നിസ്സഹായായിരുന്നു. അയാൾക്ക് വേദിയിലേക്ക് നടക്കുന്ന രണ്ടുപേരെയും തുറച്ചു നോക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. വിശ്വനാഥന്റെ പിതാവ് പ്രതാപ് വിശ്വ അപ്പോഴും അവിടെ ഇരിക്കുകയായിരുന്നു. ഇതെല്ലാം ആ കുടുംബത്തിന്റെ പ്രശസ്തിക്ക് കോട്ടം വരുത്തുമെന്ന് വിശ്വനാഥൻ അറിയാമായിരുന്നു. വിശ്വനാഥൻ ഒരു നിമിഷം ചിന്തകളിൽ മുഴുകി. അയാൾക്ക് ഒന്നും പറയാൻ സാധിച്ചില്ല. വിഷമിക്കേണ്ട, എന്ത് സംഭവിക്കുമെന്ന് നോക്കാം, അയാൾ ഭാര്യയെ നോക്കി പറഞ്ഞു. പിന്നെ സിദ്ധാർത്ഥും നീലിമയും സ്റ്റേജിലേക്ക് അടുക്കുന്നത് അയാൾ നിരീക്ഷിച്ചു. അപ്പോൾ ഒരു പ്രശ്നമുണ്ടാക്കിയാൽ അത് കുടുംബത്തിന്റെ മുഴുവൻ സൽപ്പേരിനും അപമാനമുണ്ടാക്കി വെക്കുമെന്ന് അയാൾക്കറിയാം. അതുകൊണ്ട് തന്നെ എല്ലാം നിസ്സഹായതയോടെ നോക്കി നിൽക്കാനേ അവർക്ക് കഴിഞ്ഞുള്ളൂ. നീലിമയെയും കൂട്ടി സിദ്ധാർത്ഥ് മണ്ഡപത്തിൽ കയറിയിരുന്നു. തന്ത്രികൾ മന്ത്രം ആരംഭിച്ചു. അയാൾക്ക് സിദ്ധാർത്ഥ് ആദ്യമേ അതിനുള്ള നിർദ്ദേശമെല്ലാം നൽകിയിരുന്നു. നീലിമക്ക് ആകെ ഒരു വെപ്രാളം തോന്നി. എല്ലാവരും തന്നെ നോക്കി നിൽക്കുന്നത് അവൾ കാണുന്നുണ്ടായിരുന്നു. അവളുടെ അപ്പോഴത്തെ മാനസികാവസ്ഥ എന്താണെന്ന് സിദ്ധാർത്ഥ് മനസ്സിലാക്കി. അയാൾ കൈനീട്ടി രഹസ്യമായി അവളുടെ കൈ പിടിച്ചു വെച്ചുകൊണ്ട് തന്നെ അവൾക്ക് ശക്തി പകരാൻ ശ്രമിച്ചു. നീലിമ ഒരു ദീർഘനിശ്വാസം എടുത്തു. തന്ത്രി മന്ത്രോച്ചാരണത്തിന് ശേഷം പൂജിച്ച താലി സിദ്ധാർത്ഥിന് നേർക്ക് നീട്ടി. അവൻ അത് വാങ്ങി ചുറ്റും നോക്കി. നീലിമയുടെ മൂടുപടം അവൻ എടുത്തുമാറ്റി. അവിടെ കൂടിയ എല്ലാവരും അപ്പോഴാണ് ശരിക്കും ഞെട്ടിയത്. അത് നീലിമയാണെന്ന് അറിയാത്ത ആളുകൾ പോലും അപ്പോൾ ഞെട്ടിപ്പോയി. വധു നീലിമയാണോ? പലരും പരസ്പരം ചോദിച്ചു. അപ്പോൾ ലാവണ്യ എവിടെ? മറ്റു ചിലർ ചോദിച്ചു. ആർക്കും അതിന് ഉത്തരമൊന്നുമില്ലായിരുന്നു. നീലിമയെ അവിടെ കണ്ടത് കൂടുതൽ ആളുകളെയും അത്ഭുതപ്പെടുത്തി. പക്ഷേ എല്ലാവർക്കും സിദ്ധാർത്ഥിനെ ഭയമായിരുന്നു. ആരും ഒന്നും പറയാൻ ധൈര്യപ്പെട്ടില്ല. പക്ഷേ പലവരുടെയും മുഖത്ത് പെട്ടെന്ന് ആകാംക്ഷയും ആശ്ചര്യവും നിറഞ്ഞു. സിദ്ധാർത്ഥ് എല്ലാവരെയും പൂർണ്ണമായും അവഗണിച്ചു. താലി കെട്ടാൻ സമയമായി എന്ന് തന്ത്രി സൂചിപ്പിച്ചതിനെ തുടർന്ന് സിദ്ധാർത്ഥ് താലിയെടുത്ത് നീലിമയുടെ കഴുത്തിൽ കെട്ടി. ആർക്കും തടയാൻ പോലും സാധിച്ചില്ല. ആളുകൾ പൂക്കൾ വിതറി ആശീർവദിച്ചു. പിന്നീട് സിദ്ധാർത്ഥ് വളരെ വില കൂടിയ ഒരു വജ്രമോതിരമെടുത്ത് അവളുടെ കൈകളിൽ അണിയിക്കാൻ ശ്രമിച്ചു. നീലിമ മെല്ലെ കൈ നീട്ടി. സിദ്ധാർത്ഥ് പതിയെ നീലിമയുടെ വിരലിൽ മോതിരം അണിയിച്ചു. മോതിരം അവളുടെ വിരലിന് നന്നായി യോജിക്കുന്നുണ്ടായിരുന്നു. അതിഥികൾ ഉടനെ തന്നെ കരഘോഷം മുഴക്കി. ആ നിമിഷം വേദിക്കരികിൽ നിന്നും ഒരു ശബ്ദം കേൾക്കാൻ കഴിഞ്ഞു. ഈ സ്ത്രീ ലാവണ്യയല്ലോ, ഇത് ഇയാളുടെ മുൻ കാമുകിയല്ലേ? ആരോ പറഞ്ഞു. എല്ലാവരും ഞെട്ടിപ്പോയി. അവർ അത് സംസാരിച്ച സ്ത്രീയെ നോക്കി. നീലിമയെ നേരത്തെ തന്നെ തിരിച്ചറിയാമായിരുന്ന മീരയായിരുന്നു അത്. വധു യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന്റെ മുൻ കാമുകിയായിരുന്നു. ഇതൊന്നും അറിയാത്ത ആളുകൾ ആശ്ചര്യപ്പെട്ടു. പക്ഷേ എങ്കിലും സംശയിക്കാനോ ഉറക്കെ പറയാനോ അവർ ധൈര്യപ്പെട്ടില്ല. ഇതൊക്കെയാണ് ഈ നടക്കുന്നത്. ഇതെന്തൊക്കെയാണ് ഈ നടക്കുന്നത്? വധുവുമായി വരേണ്ട ലാവണ്യ എവിടെ? ആരൊക്കെയോ ചോദിച്ചു. നീലിമ ഇതെല്ലാം കേട്ട് ആകെ പരിഭ്രാന്തിയായി. പക്ഷേ അവൾക്ക് വേദിയിൽ ഇരിക്കുകയല്ലാതെ മറ്റു മാർഗമൊന്നുമില്ലായിരുന്നു. സിദ്ധാർത്ഥ് അവളെ ചേർത്ത് പിടിച്ചു വെച്ചു. എന്നിട്ട് പറഞ്ഞു, എന്ത് സംഭവിച്ചാലും നിനക്ക് ഞാനുണ്ടാകും. വേറൊന്നും നീ ഇപ്പൊ ആലോചിക്കേണ്ട. അവൻ പറഞ്ഞത് കേട്ടിട്ട് നീലിമക്കൊരൽപ്പം ആശ്വാസം തോന്നി. സിദ്ധാർത്ഥിന്റെ അച്ഛനും അമ്മക്കും ഇതെല്ലാം കണ്ട് വളരെയധികം ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു. അയാളുടെ അച്ഛൻ പ്രതാപ വിശ്വ ആകെ അസ്വസ്ഥനായിരുന്നു. അതിഥികൾക്ക് മുൻപിൽ നാണം കെട്ടതുപോലെ അയാൾക്ക് തോന്നി. എല്ലാവരും ഓരോന്ന് സംസാരിക്കുന്നത് കണ്ടപ്പോൾ എന്താണ് നടക്കുന്നതെന്ന് പോലും മനസ്സിലാക്കാൻ സാധിക്കാതെ അയാൾ നിന്നു. എന്തോന്നാ വിശ്വനാഥ ഇതൊക്കെ? ഏതായി കുട്ടി? വധു ഇവളല്ലല്ലോ, ഇവളായിരുന്നില്ലല്ലോ. ഇതൊക്കെ നീ കൂടി അറിഞ്ഞുകൊണ്ടാണോ? വധുവായി ഒരുങ്ങി വന്ന ആ പെൺകുട്ടി എവിടെ? അയാൾ മകനോട് ചോദിച്ചു. വിശ്വനാഥൻ അതിന് മറുപടിയൊന്നും പറയാതെ അച്ഛനെ നോക്കി നിന്നു. അയാൾക്ക് എന്തു പറയണമെന്നറിയില്ലായിരുന്നു. താലികെട്ട് കഴിഞ്ഞുവെങ്കിലും നീലിമക്ക് സ്വസ്ഥമായി ഇരിക്കാൻ കഴിഞ്ഞില്ല.
മഞ്ഞ ചെരടിൽ കോർത്ത സിദ്ധാർത്ഥ് കെട്ടിത്തന്ന ആ താലി നോക്കി അവളിരുന്നു. അശ്വിൻ ഇതെല്ലാം കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയായിരുന്നു. സിദ്ധാർത്ഥ് നീലിമയുടെ കയ്യും പിടിച്ച് വേദിക്ക് ചുറ്റും വലം വെച്ചു. അവന്റെ മനസ്സിൽ വല്ലാത്തൊരു ആശ്വാസം തോന്നുന്നുണ്ടായിരുന്നു. നീലിമ അവനൊപ്പം നടന്നു. വധൂവരന്മാരെ എല്ലാവരും ആശീർവദിച്ചു. ഇതിനിടയിലും പലരും പറയുന്നുണ്ടായിരുന്നുവെങ്കിലും സിദ്ധാർത്ഥ് അതൊന്നും കാര്യമാക്കിയെടുത്തില്ല. അവന്റെ മനസ്സിൽ അപ്പോൾ നീലിമ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾക്ക് അവൾ ആഗ്രഹിക്കുന്നതിലും നല്ലൊരു ജീവിതം നൽകാൻ മാത്രമാണ് അവൻ ആശിച്ചിരുന്നത്. വിശ്വനാഥൻ ഗീതാമ്മയെ നോക്കി, നിന്റെ മോൻ ഇതെന്ത് ഭാവിച്ചാ? അല്ല, ആ പെണ്ണെവിടെ? ഇവൾ എങ്ങനെ ഇവിടെ വന്നു? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്ത് ചെയ്യുമെന്ന് ഒരു പിടിയുമില്ല. അല്ലെങ്കിലും ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? അവൻ കുടുംബത്തിന്റെ മൊത്തം മാനം കളഞ്ഞില്ലേ? ഇത്രയും നാണക്കേട് കുടുംബത്തിന് വരുത്തിയ ഇവനോട് അച്ഛൻ ക്ഷമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താ ചെയ്യാ ഇപ്പോ? വിശ്വനാഥൻ പറഞ്ഞു. ഗീതാമ്മ മറുപടി ഒന്നും പറയാതെ അയാളെ നോക്കി. ആ സ്ത്രീക്ക് എന്തു മറുപടി പറയണമെന്നൊന്നും അറിയില്ലായിരുന്നു. മകൻ കാണിച്ച കാര്യം അവർക്കൊരിക്കലും ക്ഷമിക്കാൻ കഴിയുന്ന കാര്യമായിരുന്നില്ല. എങ്കിലും ഇപ്പോൾ അതിഥികൾക്ക് മുൻപിൽ വെച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നത്തിൽ കൊണ്ട് ചാടിക്കുമെന്നും അറിയാം. അതുകൊണ്ട് മാത്രമാണ് അവർ സ്വയം സംയമനം പാലിച്ചത്. സിദ്ധാർത്ഥ് നീലിമയും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ഫോട്ടോ എടുക്കാനും മറ്റുമായി പോയി. അവൻ ആരെയും ഒന്ന് നോക്കിയത് പോലുമില്ല. ലാവണ്യ എവിടെയാണെന്നാണ് അതിഥികളെല്ലാം തന്നെ അന്വേഷിച്ചത്. ഇതിനും ആർക്കും വ്യക്തമായിട്ടുള്ള ഉത്തരം കിട്ടിയില്ല. ഗീതാമ്മക്കും വിശ്വനാഥനും മണ്ഡപത്തിൽ കയറി ചെന്ന് അവരെ രണ്ടുപേരെയും തല്ലണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. ഗീതാമ്മ ദേഷ്യത്തോടെ പറഞ്ഞു, നാണം കെട്ടു, ഇവനിതെന്ത് ഭാവിച്ചാണ്? ഈ പെണ്ണിനെ ഇവന്റെ അരികിൽ നിന്നും മാറ്റാൻ ശ്രമിച്ചാലും വീണ്ടും ഒട്ടി നിൽക്കുകയാണല്ലോ രണ്ടുപേരും. ഞാൻ ചെന്ന് രണ്ടെണ്ണങ്ങ് പൊട്ടിക്കട്ടെ അവനിട്ട്. ഗീതാമ്മ സിദ്ധാർത്ഥിന്റെ നേർക്ക് നോക്കിക്കൊണ്ട് ഭർത്താവിനോട് പറഞ്ഞു. എന്നാൽ വിശ്വനാഥൻ മറുപടിയൊന്നും തന്നെ പറഞ്ഞില്ല. ഗീതാമ്മ അവർക്കരികിലേക്ക് ചെല്ലാൻ മുതിർന്നു. അപ്പോൾ മാത്രം വിശ്വനാഥൻ അവളെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, വേണ്ട, ഇനിയിപ്പോൾ ഈ ഒരു സീനുണ്ടാക്കാൻ നിൽക്കണ്ട. ഈ ഒരു സീനും കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ആകെ കൂടുതൽ നാണക്കേടാവും. ഇപ്പൊ തന്നെ അച്ഛൻ ഇതെല്ലാം കണ്ട് മിണ്ടാതിരിക്കുന്നത് കണ്ടില്ലേ? അദ്ദേഹത്തിനോട് എന്ത് പറയണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എനിക്കും ഇതിലും വലിയൊരു അപമാനം ഇനി വരാനില്ല, അയാൾ തളർന്ന ശബ്ദത്തിൽ പറഞ്ഞു. അത് കേട്ട് ഗീതാമ്മക്ക് വല്ലാത്ത വിഷമം തോന്നി. ഭർത്താവിന്റെ മനസ്സ് മകൻ കാരണം വിഷമിച്ചല്ലോ എന്നോർത്തായിരുന്നു അവളുടെ സങ്കടം. അതിനെക്കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കാൻ അപ്പോൾ അവൾക്ക് തോന്നിയില്ല. ഉണ്ടായ നാണക്കേടിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് മാത്രമായിരുന്നു ഗീതാമ്മ ചിന്തിച്ചത്. വിശ്വനാഥനും അത് തന്നെയായിരുന്നു ആഗ്രഹം. ഇതിനിടയിൽ വിവാഹ ചടങ്ങുകൾ പൂർത്തിയായി. സിദ്ധാർത്ഥ് നീലിമയുടെ അരികിൽ തന്നെ നിന്നു. അവനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു സ്വപ്ന സാക്ഷാത്കാരം തന്നെയായിരുന്നു. നീലിമയുടെ മുഖത്ത് വല്ലാത്തൊരു വെപ്രാളം ഉണ്ടായിരുന്നു. അത് ശ്രദ്ധിച്ചപ്പോൾ സിദ്ധാർത്ഥ് അവളുടെ കൈകൾ മുറുകെ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ ഒന്നുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല നീലിമേ, ഞാനില്ലേ നിന്റെ കൂടെ. പിന്നെ നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? അവൻ ചോദിച്ചു. നീലിമ മറുപടിയൊന്നും പറയാതെ അവനെ തന്നെ ഇങ്ങനെ നോക്കി നിന്നു. അപ്പോൾ നീലിമയ്ക്ക് കുറച്ചൊക്കെ സമാധാനം കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ വളരെയധികം സ്നേഹത്തോടു കൂടെ തന്നെ നീലിമ അങ്ങനെ സിദ്ധാർത്ഥിനെ നോക്കി നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്കും ഹൈപ്പും തന്ന് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ.